നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജൻറ്റീന ഒറ്റ കളിയേ കളിക്കുന്നുള്ളൂ. അതിന് കാരണം ഇനി നമ്മൾ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം. എല്ലാവരും രണ്ട് കളി കളിക്കുമ്പോൾ അർജൻറ്റീനയ്ക്ക് ഒറ്റ കളി. ആ കളി ലുവാൻഡയിൽ, അതായത് അങ്കോളയുടെ തലസ്ഥാനത്ത് അങ്കോളക്കെതിരെയാണ്. ഈ മത്സരത്തിനായിട്ടുള്ള അർജൻറ്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അർജൻറ്റീൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം ഈ കളിക്ക് വലിയൊരു പ്രാധാന്യം സ്കലോനി കൊടുക്കുന്നില്ല, മറിച്ച് ഒരു 5-8 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് താരങ്ങളോടൊപ്പം കിട്ടും. അതടുത്ത വേൾഡ് കപ്പിലുള്ള ഒരുക്കമെന്ന രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എടുക്കുന്നത്. ഓൾറെഡി സ്പെയിനിൽ അലിക്കൻറ്റയിൽ അവർ ട്രെയിനിങ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അർജൻറ്റീനയുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് കൃത്യമായി അർജൻറ്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂല് പുറത്തുവിടുന്നുണ്ട്. അതായത് ട്രെയിനിങ് സെഷൻസ് ആരംഭിച്ച് കഴിഞ്ഞു. സ്പെയിനിൽ ട്രെയിനിങ് സെഷൻസ് ആരംഭിച്ച് കഴിഞ്ഞു. ആബ്സെൻറ്റീസ് ആയിട്ടുള്ളത് ഹുലിയൻ ആൽവാരസ്, ഹുലിയാനോ സിമിയോണി, മോലിന, എൻസോ ഫെർണാണ്ടസ് എന്നിവരാണ്. കാരണം അറിയാമല്ലോ, എൻസോക്ക് പരിക്കാണ്, അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഹുലിയൻ ആൽവാരസ്, സിമിയോണി, മോളിന എന്നിവർക്ക് യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ കൃത്യസമയത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ അങ്കോളയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവരില്ല. പിന്നെ കെവിൻ മെക്കലിസ്റ്റർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു. കെവിൻ മെക്കലിസ്റ്റർ അലക്സിസ് മെക്കലിസ്റ്ററുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഇപ്പോൾ ബെൽജിയം ക്ലബ്ബ് യൂണിയനിസ്റ്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശമില്ലാത്ത പ്രകടനം നടത്തുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം ടീമിൽ ജോയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ കുറേ താരങ്ങൾ മിസ്സിംഗ് ആയതുകൊണ്ട് എമിലിയാനോ ബ്യൂണ്ടിയയെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹവും സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അർജൻറ്റീന വേഴ്സസ് അങ്കോള മത്സരം അടുത്ത വെള്ളിയാഴ്ച അർജൻറ്റീന സമയം 1 മണിക്കാണ് ലുവാൻഡയിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അർജൻറ്റീന ബുധനാഴ്ച, അതായത് നാളെ അങ്ങോട്ടേക്ക് പറക്കും എന്നാണ് ഇപ്പോൾ ഗാസ് നെഡൂൽ റിപ്പോർട്ട്. അപ്പോൾ പ്ലാൻ അതാണ്, ബുധനാഴ്ച അങ്ങോട്ടേക്ക് പറക്കുക, വെള്ളിയാഴ്ച അവിടെ കളിക്കുക, തൊട്ടടുത്ത ദിവസം ഇങ്ങോട്ട് തിരിച്ചു പറക്കുക എന്ന് പറഞ്ഞാൽ 15-ാം തീയതി തന്നെ സ്പെയിനിലെത്തുക, 3 ദിവസം കൂടി സ്പെയിനിൽ ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നതുവരെ ട്രെയിനിങ് സെഷനുകളുമായിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ പ്ലാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.